ഹായ് ഗൈസ്, ഞാൻ അക്തർ. പഞ്ചാബ് മുതൽ സ്പിറ്റി വരെയുള്ള എൻ്റെ ട്രാവൽ വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും വെൽക്കം. കഴിഞ്ഞ വ്ളോഗിൽ നാർക്കണ്ട് എന്ന് കർച്ച് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഏറെക്കുറെ കർച്ച് എത്താനായപ്പോഴാണ് മനസ്സിലായത് ഇതൊരു മിലിറ്ററി ഏരിയ ആണെന്നും ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും കിട്ടില്ല. അതുകൊണ്ട് തന്നെ സാങ്കിൾ എത്തിപ്പിടിക്കൽ നിർബന്ധമായി. മിലിറ്ററി ഏരിയ ആയതുകൊണ്ട് തന്നെ എങ്ങോട്ടേക്ക് കയറുമ്പോൾ എൻട്രി പാസ് എടുക്കണം. ഈ പാസ് എടുക്കാൻ വേറെ പേയ്മെന്റ്സ് ഒന്നും ഇല്ല. ജസ്റ്റ് വണ്ടിന്റെ ഡീറ്റെയിൽസും അതുപോലെ എക്സിറ്റ് ചെയ്തിരാന്നുള്ളത് മാത്രം പറഞ്ഞു കൊടുത്താൽ മതി. അതുപോലെ സെക്യൂരിറ്റി റീസൺസിന്റെ ഭാഗമായിട്ട് ഈ ചെക്ക് പോസ്റ്റിന്റെ ഏരിയ ഷൂട്ട് ചെയ്യാൻ പാടില്ല കേട്ടോ. ആ താഴെ കാണുന്ന ആ സാധനമാണ് ഹിമാചൽ ഗവൺമെന്റിന്റെ ബാസ്പ ടു ഹൈഡ്രോ ഇലക്ട്രിക്കൽ പ്രൊജക്ട്. ഈ മല ഇറങ്ങിയിട്ട് ആ ബാസ്പ ടു നേരെ ക്രോസ് ചെയ്ത് അവിടുന്ന് മുകളിലേക്കാണ് സാംഗ്ലയും ചിത്കുലൊക്കെ വരുന്നത്. ചിത്കുലാണ് ഇന്ത്യന്റെ ലാസ്റ്റ് വില്ലേജ്. രാംപൂർ കഴിഞ്ഞാൽ പിന്നെ റോഡ് കാലിയ. ആകെ ഉള്ളത് താക്കൂടെ പോകുന്ന ബാസ്പ അറിയുമ്പോൾ സൗണ്ടും പിന്നെ കാറ്റിന്റെ സൗണ്ടും മാത്രം. കർച്ചമെന്ന് ബാസ്പ ക്രോസ് ചെയ്താൽ പിന്നെ ആ റോഡിലേക്ക് പമ്പില്ല. അതുകൊണ്ട് തന്നെ മിലിറ്ററി ഏരിയന് മുമ്പ് ഒരു പമ്പ് കിട്ടിയപ്പോൾ അവിടുന്ന് ഫുൾ ടാങ്ക് അടിച്ച് അവിടുന്ന് നല്ലൊരു വ്യൂ കിട്ടിയപ്പോൾ അവിടെ അങ്ങിരുന്നു. ഇവിടെ ഡാമിലിട്ട് പശു കത്തിരിക്കുന്നുണ്ട് ഗൈസ്. ബാസ്പ ക്രോസ് ചെയ്തിട്ട് സാംഗ്ലയിലേക്ക് കയറുന്ന വഴിക്ക് ഒരു ദാബുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ സാംഗ്ല എത്തുന്നവരെ മനുഷ്യന്മാരെ പോലും കാണില്ല. കുത്തനുള്ള കയറ്റായതുകൊണ്ട് തന്നെ നമ്മളെ വണ്ടി കയറുമ്പോഴത്തേക്ക് ഇരുടായി. തണുപ്പന്നെ ആവശ്യത്തിൽ കൂടുതലുണ്ട്. അതിന്റെ പേര് മഴ കൂടി പെയ്തു. എന്തോ ഭാഗ്യത്തിന് അധികം നനയുന്നതിന് മുമ്പ് ഒരു ഹോം സ്റ്റേ കിട്ടി. സാംഗ്ല എത്തുന്നതിന്റെ തൊട്ട് മുമ്പായിട്ടാണ് ദീദിന്റെ ഹോം സ്റ്റേ വരുന്നത്. 1000 ഇവിടുത്തെ റൂമിന്റെ ചാർജ് വരുന്നത്. പിന്നെ ഗരീബ് ആദ്മി ഹേ ബാരിഷ് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഒരു 800 കിട്ടി. ദീദി മോള് മാത്രം ഇവിടെ ഉള്ളത്. പിന്നെ ദീദിന്റെ ഈ മീട്ടു എന്ന് പറഞ്ഞ പട്ടി തോട്ടത്തിൽ പണി കഴിഞ്ഞ് വരായതുകൊണ്ട് ദീദിക്ക് തീരെ വയ്യാറുണ്ട്. അതുകൊണ്ട് പേര് അഡ്രസ്സൊക്കെ ഞാൻ തന്നെ എഴുതി. ഇതാണ് ദീദിന്റെ കല്യാണത്തിന്റെ ഫോട്ടോ. മോളെ പിന്നെ നമ്മൾ വന്നതിന് ശേഷം പുറത്തേ കണ്ടില്ല. പുയ്യാപ്പള വട്ടാളത്തില്ല. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഇവിടുത്തെ ഫുഡ് അടിപൊളിയാണ്. ഹിമാചൽ കയറിയ ശേഷം നല്ലൊരു ഫുഡ് കിട്ടിയ പിന്നെ ഫുഡ് കഴിച്ച് വേറെ റൂമിലേക്ക് കയറി. ഓരോ മണിക്കൂർ കൂടുന്നതനുസരിച്ച് ഓരോ ഡിഗ്രി കുറഞ്ഞുകൊണ്ടിരിക്കുക. -ആവുന്നതിന് മുമ്പ് വേറെ ഇറങ്ങണം. അപ്പൊ ശരി.